ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അത് തുടങ്ങിയത് തന്നെ ഓൾറെഡി വൈകിയാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 2-3 ദിവസം കൂടി ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് 2-3 ദിവസം കൂടി ഡിസ്കൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ്, വാട്സപ്പ് നമ്പർ. ഓക്കെ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ കുറച്ച് തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് തിരക്കുകളാണ്, അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നെ അകറ്റി, എന്നിട്ടിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. ഓക്കെ, ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, ഈ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് കൊടുത്തു, പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹമോ കരുതലോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്റ്റിലാണ്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ബിക്കോസ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളത്, അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ പേഴ്സന്റെ ഒരുപാട് ബാഡ് കർമ്മങ്ങള് ഈ പേഴ്സണെ വിട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ഒരുപാട് ബാഡ് കർമാസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യും അല്ലേ, അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നതുണ്ട്, അറിയാണ്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിൽ ഈ പേഴ്സൺ ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ നോക്കിയാലും തെറ്റുകൾ ചെയ്തു പോകുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചെയ്തു പോയ തെറ്റുകൾ അത് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോകേണ്ടതായിരിക്കാം. അതായത് നമുക്ക് ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് തെറ്റുകൾ ചെയ്യേണ്ടി വരും, അത് നമ്മുടെ അവസ്ഥയാണ്, നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ആ ചെയ്തു പോയ തെറ്റുകൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ഈ പേഴ്സൺ അറിയാം എന്നുള്ളതാണ്. അത് ഇപ്പോൾ സ്വയം തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ലെവലിലേക്കാണ്, ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വ്യക്തി വന്നു ചേർന്നിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് ഏഞ്ചൽസിന്റെ സാന്നിധ്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്പിരിറ്റ് ഫാമിലി എന്നാണ്, അതായത് പൂർവികരുടെ അനുഗ്രഹമായിരിക്കാം, പൂർവികരുടെ ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഈ പേഴ്സന്റെ പൂർവികരുണ്ടല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചറിവുകൾ വന്നിട്ടുണ്ടാകാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെ മനോഹരമായിട്ട് തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. യാതൊരു തരത്തിലും റിഗ്രറ്റ് ഇല്ലാതെ, പശ്ചാത്താപമില്ലാതെ, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് തോന്നിയവാസം ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം ഒതുങ്ങിയ ഒരു ക്യാരക്ടറിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തിരിച്ചറിവുകളുടെ ലോകത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പല പാഠങ്ങളും ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഈ പല പാഠങ്ങളും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതിലൂടെ ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, തിരിച്ചറിയുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ പേഴ്സണെ പഠിപ്പിച്ചു കൊടുക്കുന്ന പല പാഠങ്ങളും കൂടുതലും പൂർവികരാണ്, സ്പിരിറ്റ് ഗൈഡ്സ് ആണ് കൂടുതലും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പൂർവികര്. അതുപോലെ ഏഞ്ചൽസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ക്ലിയർ യുവർ മൈൻഡ് എന്നാണ്. അതായത് മനസ്സ് വളരെയധികം ക്ലിയർ ആക്കുന്ന, അതായത് ഏതൊരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല,
ചില മനുഷ്യരൊക്കെ മോശപ്പെട്ട കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ വളരെ ചുരുക്കം ചില എന്താ പറയാ എന്താ പറയാ ചുരുക്കം ചില ഒരു എനർജി, അതായത് ചുരുക്കം ചില ആൾക്കാർ മാത്രം മനസ്താപം പെടാറുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പശ്ചാത്തപിക്കാന്ന് പറയും, റിഗ്രറ്റ് ചെയ്യാന്ന് പറയും, ചെയ്തു പോയത് തെറ്റാണ്, അത് തിരുത്തണം എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലും അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രന്റെ അവസാന പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജെമിനൈ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സ് വളരെയധികം ക്ലിയർ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് എത്രമാത്രം പരിശുദ്ധമാക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം പോസിറ്റീവായിട്ട് നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സന്റെ തന്നിഷ്ടപ്രകാരം കൊണ്ടായിരിക്കാം, തോന്നിയതുപോലെ ആയതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പൊ തിരിച്ചറിയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിക്കേണ്ടതും സന്തോഷിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷം തല്ലി തകർക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നന്നായിട്ട് പശ്ചാത്താപം വരുന്നുണ്ട്. കാരണം ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഈ പേഴ്സൺ കാരണം അത് കളഞ്ഞു, ഇല്ലാണ്ടാക്കി. ഞാൻ കാരണം എല്ലാം ഇല്ലാണ്ടായി എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ചിലവർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതോടുകൂടി ഒരുപാട് മാനസിക വിഷമങ്ങൾ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫിസിക്കലി മെന്റലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകളായിരിക്കാം. എങ്ങനെയൊക്കെയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. ഫയർ എനർജിയാണ്. ഈ ഒരു ഫയർ എനർജി നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സൺ വളരെ എന്താ പറയുക, നിങ്ങൾ രണ്ടുപേരും പുറമേ നിന്ന് കാണുമ്പോൾ വളരെ സ്വീറ്റ് ആയിട്ട് തോന്നിക്കാം. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ ലിയോ എനർജിയാണ് ഉള്ളത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം തീയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സോഡിയക് സൈൻ വേറെ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഈ ഒരു തീയുടെ എനർജി, ഫയർ എനർജിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. അപ്പൊ അതൊരു ട്വിൻ ഫ്ലെയിം കണക്റ്റഡ് ആയിട്ട് വരും. എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്നല്ല, പക്ഷെ ചിലവർക്ക് ഇവിടെ ടഫസ്റ്റ് ജേണി ആയിട്ട് കാണിക്കുന്നുണ്ട്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ കിങ് ഓഫ് സ്ക്രോൾസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം മുൻകൈ എടുത്തതും സംസാരിച്ചതും തീരുമാനങ്ങൾ എടുത്തിരുന്നതും അഭിപ്രായം പറഞ്ഞിരുന്നതും നിങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സകലവിധ എഫേർട്ടുകളും എടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോ ഈ വ്യക്തിയാണ് മുൻകൈ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ കുറച്ച് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത ഒരു അവസ്ഥ. ഓക്കെ, ഒന്ന് മിണ്ടാതിരിക്കുക, അനക്കില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നിനും നിങ്ങൾ മുന്നിട്ടിറങ്ങാതിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു എന്താ പറയാ, ആ ഒരു പ്ലാനിങ്, ഓക്കെ, ആ ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതികളോട് കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ആണ് ഇനി മുന്നിട്ട് നിൽക്കുന്നത്, മുൻകൈ എടുക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ കിട്ടുന്നത് ദ സെലിബ്രേഷൻ ആണ്. 4 ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇവിടെ സെലിബ്രേഷൻ, അതായത് ഇവിടെയും നമുക്ക് ഫയർ എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 4 ഓഫ് വോൺസ് ആണ്. 4 ഓഫ് വോൺസ് എന്ന് പറയുന്നത് മാരേജിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആഘോഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുമിച്ച് എൻജോയ് ചെയ്യുക. നമുക്കിവിടെ ഒരു കപ്പിളിനെ കാണാൻ പറ്റുന്നുണ്ട്, മനോഹരമായിട്ടുള്ളൊരു വീട് കാണാൻ പറ്റുന്നുണ്ട്, മനോഹരമായിട്ടുള്ളൊരു സാഹചര്യമാണത്, അല്ലേ? ആ സിറ്റുവേഷൻ, ആ ഒരു സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഓൾസോ അവർ സെലിബ്രേറ്റ് ചെയ്യാണ്. ആൻഡ് ഓൾസോ നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെ നന്നായി തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുമായിട്ട്
എത്രമാത്രം അറ്റാച്ച്മെന്റിലേക്ക് പോകാൻ പറ്റുമോ അത്രമാത്രം അറ്റാച്ച്മെന്റിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് നഷ്ടമായി പോകും എന്നുള്ളൊരു കാര്യവും കൂടെ ഈ പേഴ്സന് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഈ പേഴ്സൺ ആ ഒരു സമാധാനം, സ്വാതന്ത്ര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പലതും വിജയിച്ചിട്ടുണ്ട്. അതായത് ഈ പേഴ്സനെ ഒരു പക്ഷേ ഈ പേഴ്സന്റെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പാരന്റ്സ്, ഫ്രണ്ട്സ് ഇവരൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ പൊരുത്തക്കേടുകൾ മറ്റുള്ളവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പാതയിലൂടെയാണ് ഈ വ്യക്തി പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യം വേണം, അവനവൻ്റെതായിട്ടുള്ള വ്യക്തിത്വം വേണം, അഭിപ്രായം വേണമെന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഐഡലിക് ആയിട്ടുള്ള മെമ്മറീസ്, അതായത് നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടാം. അതിനുശേഷം ഒരു 3 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ കോണ്ടാക്ട് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ ഡിസ്കൗണ്ട് എന്ന് നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്.